പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 40:16. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സേവ്യർ ഖാൻ വട്ടാരച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഇപ്പോൾ കേട്ട തിരുവചന ഭാഗം 40-ാം സങ്കീർത്തനത്തിൽ 16-ാം തിരുലിഖിതമാണ്. വചനത്തിൽ വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികൾ ദൈവത്തിൽ സന്തോഷിച്ചുല്ലസിക്കാൻ ദൈവം ഇടവരുത്തും. പ്രൈസ് ദ ലോർഡ്. കാരണം ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ പൈതലിൻ്റെ ജീവിതത്തെ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപകൾ കൊണ്ടും അവനെ നിറയ്ക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ വചന ശുശ്രൂഷകൾ സംബന്ധിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനത്തിലൂടെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, ആരാധന ശുശ്രൂഷയിലൂടെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവാനുഭവത്തിൽ സന്തോഷിച്ചുല്ലസിക്കാൻ ദൈവം നമ്മളെ ഇടവരുത്. പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. നമുക്ക് അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. സാധിക്കുന്നവർ ഇപ്പോൾ കർത്താവിന് സ്ഥലം എഴുന്നേറ്റ് നിന്ന് ഹൃദയ തുറവയോടെ ദൈവത്തിൽ ആനന്ദിക്കാനുള്ള ഒരു അഭിഷേകം കർത്താവ് തുറന്നു കരുന്നത് കണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഉറക്ക സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഈ സഹിയോൻ വചനകൂടാരത്തോട് ചേർന്ന്, സഹിയോന്റെ ബലിപീഠത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസന്മാരെ അവിടുന്ന് കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയെ അന്വേഷിക്കാനായി ഈ സമയം മാറ്റിവെച്ച് ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന്, കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന് ഈ സമയം മുഴുവൻ അങ്ങയെ അന്വേഷിച്ച് കാത്തിരിക്കുന്ന ഓരോ ദാസന്മാരെ അവിടുന്ന് സ്വർഗത്ത് നോക്കി കാണണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഓ ദൈവമേ, ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് തന്നെ കർത്താവെ അങ്ങയിൽ ആനന്ദിച്ചുല്ലസിക്കാൻ, അങ്ങയെ സന്തോഷിച്ചുല്ലസിക്കാൻ ഒരു അഭിഷേകം തുറന്നു കൊടുക്കണമേ, ഒരു കൃപ തുറന്നു കൊടുക്കണമേ, ഒരു അനുഗ്രഹം കൊടുക്കണമേ, ഒരു അഭിവൃദ്ധി കൊടുക്കണമേ, ഒരു കൃപ കൊടുക്കണമേ. പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ. ആരാധന, 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 ആരാധന. ഓ കർത്താവേ, അങ്ങയുടെ ജനം അങ്ങയിൽ ആനന്ദിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര പീഡകളും മാറട്ടെ, രോഗത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ, പൈശാചിക ബാധകൾ ഒഴിയട്ടെ, ദുർപീഡകൾ വിട്ടുപോട്ടെ, മനസ്സിന്റെ എല്ലാ ആകൃതിയും വികൃതിയും മാറട്ടെ, മനസ്സിന്റെ മുറിവുകൾ സൗഖ്യം പ്രാപിക്കട്ടെ, ആത്മാവിന്റെ ചങ്ങലകൾ അഴിയട്ടെ, ശരീരത്തിന്റെ രോഗങ്ങൾ മാറട്ടെ. വചനം ശ്രമിക്കാൻ തക്കവിധം ഓ ദൈവമേ, ദാസന്മാരുടെ ഹൃദയങ്ങളും അതരങ്ങളും ഇപ്പോൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കേൾക്കാൻ തക്കവിധം ചെവികൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ കർത്താവിൽ ആനന്ദിച്ചവളാണ്. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അവൻ നടന്ന വഴിയെ നടക്കുക. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാം തിരുലിഖിതം വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയെ നടക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ യേശുക്രിസ്തുവിൽ വസിക്കുന്നവരാണ്. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ബൈബിളിൽ ഒരുപാട് ഭാഗങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അനേക ആൾക്കാർ യേശുവേ ഞങ്ങളെ വസിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളോട് കൂടെ വസിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്.
പുതിയ നിയമത്തിൽ ശിഷ്യന്മാർ ഇതേ കാര്യം ആവർത്തിച്ചു, ഞങ്ങളുടെ കൂടെ വസിക്കണമേ. സ്നാപകന്റെ കൂടെ ഉണ്ടായിരുന്ന 2 ശിഷ്യന്മാർ കർത്താവിന്റെ കൂടെ വസിച്ചു എന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. ആ സമരിയാക്കാരുടെ വചനം കേട്ട് കർത്താവിന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്. പറയാ ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ തിരുലിഖിതം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയെ നടക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വസിക്കുന്നവൻ യേശുക്രിസ്തു നടന്ന അതേ വഴിയെ നടക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു നടന്ന വഴി ഏതാണ്? യേശുക്രിസ്തുവിന്റെ ബൈബിളിൽ സുപരിചിതമായ വചനം നമുക്കറിയാം. യേശുക്രിസ്തുവിന്റെ ബൈബിളിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാനാണ് വഴി എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ യേശുക്രിസ്തു നടന്ന അതേ വഴിയെ, യേശുക്രിസ്തുവാകുന്ന വഴിയെ നടക്കണം. ഏതാണ് യേശുക്രിസ്തു നടന്ന വഴി? ക്രിസ്തു നടന്ന വഴിയാണ് കുരിശിന്റെ വഴി, പരിഹാരത്തിന്റെ വഴി, ഇടുങ്ങിയ വഴി. യേശുക്രിസ്തുവിന്റെ വഴി കുരിശിന്റെ വഴിയാണ്, പരിഹാരത്തിന്റെ വഴിയാണ്, ഇടുങ്ങിയ വഴിയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ പരിഹാരത്തിന്റെ വഴിയെ നടക്കണം, കുരിശിന്റെ വഴിയെ നടക്കണം, ഇടുങ്ങിയ വഴിയെ നടക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് യേശുക്രിസ്തു പറഞ്ഞതിന് കാരണം അതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയാം ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ അതിന് 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാം തിരുലിഖിതം, പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് യേശുക്രിസ്തു പിശാചിന്റെ തല തകർത്തത്? എങ്ങനെയാണ് യേശുക്രിസ്തു പിശാചിന്റെ പ്രവർത്തികൾ, ഈ ലോകത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തികൾ അത് തകിടം മറിച്ചത്, അത് ഇല്ലാതാക്കിയത്? അതിന് യേശുക്രിസ്തു കണ്ടെത്തിയ മാർഗമാണ് പരിഹാരത്തിന്റെ വഴി. അതിന് യേശുക്രിസ്തു കണ്ടെത്തിയ മാർഗമാണ് കുരിശിന്റെ വഴി. അതിന് യേശുക്രിസ്തു കണ്ടെത്തിയ മാർഗമാണ് ഇടുങ്ങിയ വഴി. അതിന് യേശുക്രിസ്തു കണ്ടെത്തിയ മാർഗമാണ് ഉപവാസത്തിന്റെ വഴി. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച്, യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പരിഹാരത്തിന്റെ ഒരു ജീവിതം നയിച്ച്, ഒരു നിഷ്ഠയുടെ ജീവിതം നയിച്ച് യേശു സാത്താനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷകളുടെ ആരംഭം കുറിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, യേശുക്രിസ്തു കാണിച്ചു തരുന്ന വഴിയാണ് ഞാൻ നിങ്ങൾ നടക്കേണ്ടത്. എന്നാൽ ലോകം നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നത് സുഖലോലഭതയുടെ വഴിയാണ്. ലോകം നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നത് എളുപ്പ വഴികളാണ്. ലോകം നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നത് വിശാലമായ വഴികളാണ്. ലോകം നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നത് പല കുറുക്കു വഴികളുമാണ്. എന്നാൽ ലോകം വെച്ചിരുന്ന സുഖലോലഭത വഴിയെ നീ നടക്കരുത്, വിശാലമായ വഴിയെ നടക്കരുതെന്ന് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 2-ാം തിരുലിഖിതത്തിൽ വചനം പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. എന്തെന്നാൽ ഈ ലോകത്തിന്റെ വഴി സുഖലോലഭത്തിന്റെ വഴിയാണ്. ഈ ലോകത്തിന്റെ വഴി എന്ന് പറയുന്നത് ദൈവം കാണിച്ചു തരുന്ന വഴിയല്ല, ദൈവം കാണിച്ചു തരുന്ന കൃഷ്ണമാർഗങ്ങളല്ല. ഈ ലോകത്തിന്റെ വഴി എന്ന് പറയുന്നത് എല്ലാ സൗകര്യങ്ങളും എല്ലാ സുഖഭോഗങ്ങളും എല്ലാം അനുഭവിച്ച് ഒരു പ്രത്യേക തരത്തിൽ ജീവിക്കുന്ന വഴിയാണ്. ഈ ലോകം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വഴി നാശത്തിൽ കൊണ്ട് എത്തിക്കുമെന്ന് എഴുതപ്പെട്ട 100 കണക്കിന് വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് റോമാലേഖനത്തിലാണ്. റോമാലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 13-ാം തിരുലിഖിതം, സുഖലോലഭത്തിന്റെ വഴിയിൽ നീ വ്യാപരിക്കരുത്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 34-ാം തിരുലിഖിതം, മദ്യപാനം, സുഖലോലഭത, ജീവിത വ്യഗ്രത, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, അത് നിന്റെ എല്ലാ കൃപയും നഷ്ടപ്പെടുത്തി അതൊരു കെണി പോലെ നിന്നെ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ സുഖലോലഭതന വഴി നിന്നെ നശിപ്പിക്കുന്ന വഴിയാണെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിച്ചിരിക്കുകയാണ്.
എന്തുകൊണ്ടാണ് സുഖലോലുപത വഴി നമ്മൾ നശിപ്പിക്കുന്ന വഴിയാകാൻ കാരണം? അതിന്റെ ഉത്തരം 1 തിമോത്തി 5:6 1 തിമോത്തി 5:6 വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്തെന്നാൽ സുഖാനുഭവങ്ങൾ മുഴുകിയിരിക്കുന്നവർ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവരാണ്. എന്തെന്നാൽ സുഖാനുഭവങ്ങൾ മുഴുകിയിരിക്കുന്നവർ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവരാണ്. അതുകൊണ്ട് ഈ ലോകം ഒരുപാട് സമൃദ്ധിയും ഒരുപാട് എളുപ്പമാർഗങ്ങളും ഒരുപാട് തരത്തിലുള്ള മോഡേൺ സംഗതികളും നമ്മുടെ മുമ്പിൽ വെച്ച് തരുമ്പോൾ, പ്രിയപ്പെട്ട ദൈവപൈതലേ, നിന്റെ ജീവിതത്തിൽ ഒരു പരിഹാരത്തിൻ്റെയും ഒരു കുരിശന്റെ വഴിയുടെയും ഒരു നോമ്പിൻ്റെയും ഒരു ഉപവാസത്തിൻ്റെയും വഴിയുണ്ടെങ്കിൽ മാത്രമേ നീ ദൈവരാജ്യത്തിൻ്റെ വഴിയുടെ ദൈവരാജ്യത്തിൻ്റെ പൈതലായിട്ട് രൂപാന്തരപ്പെടുകയുള്ളൂ. അവർക്ക് പറയാം ഹല്ലേലൂയ. മോശ തുടങ്ങിയുള്ള എല്ലാ പൂർവ്വപിതാക്കന്മാരുടെ മനസ്സിൽ ഈ ഒരു ചിന്ത കിടക്കുന്നുണ്ടായിരുന്നു സഹോദരങ്ങളെ. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ അതിന് 8-ാമത്തെ അധ്യായത്തിന്റെ 12 മുതൽ 14 വരെ തിരുവചനങ്ങളിൽ മോശ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാവുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റ് സകലത്തിനും സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിന് ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവേൻ. ഇസ്രായേൽ ജനത്തോട് ചങ്കിന്റെ ഉള്ളിൽ നിന്ന് മോശ ദൈവവചന പ്രകാരം, ദൈവം പറഞ്ഞ പ്രകാരം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഈ ലോകത്ത് ഒരുപാട് സൗകര്യങ്ങൾ കൂടി, സമ്പൽ സമൃദ്ധിയായി, ഭക്ഷണത്തിന് കാര്യങ്ങൾ, യാത്രയുടെ കാര്യങ്ങൾ, വാഹനങ്ങൾ, ഒരുപാട് തരത്തിലുള്ള സമൃദ്ധി വന്ന് എല്ലാ തരത്തിലും അങ്ങോട്ട് ഉയർന്നു വരുമ്പോൾ നിങ്ങൾ ദൈവത്തെ മറക്കാനൊരു സാധ്യതയുണ്ട്. സുഖലോലപതയുടെ വഴി എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ദൈവത്തെ മറക്കുന്നതിലേക്ക് കൊണ്ട് എത്തിക്കും. അതുകൊണ്ടാണ് സുഖലോലപത നാശത്തിന്റെ വഴിയാണെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കാൻ കാരണം. ഈ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, ഈ മനസ്സിന്റെ ആഗ്രഹങ്ങൾ, ഈ ജഡത്തിന്റെ ആഗ്രഹങ്ങൾ, ആ ഒരു വഴിയെ നീ പോകരുത്, അത് നാശത്തിന്റെ വഴിയാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ പറയാ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. സങ്കീർത്തനം പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്ക് അധികം സമൃദ്ധി തരരുതേ, അന്നു വേണ്ട ആകാരം തന്നാ മതി. ഞങ്ങൾക്ക് അധികം സമൃദ്ധി തന്നാൽ ഞങ്ങൾ സമൃദ്ധിയിൽ മതിമറന്ന് ദൈവത്തെ മറക്കാൻ സാധ്യതയുണ്ട്. നിയമാവർത്തനം 28:47 എല്ലാറ്റിനും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തില്ല. എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ ദൈവത്തെ മറന്ന് ദൈവിക കാര്യങ്ങൾ വ്യാപരിച്ചില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് വഴിയാണ് യേശുക്രിസ്തു നടന്ന വഴിയും യേശുക്രിസ്തു പറഞ്ഞ വഴിയും. യേശുക്രിസ്തു നമ്മളോട് ഏത് വഴിയാണ് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 13 മുതൽ 14 വരെ തിരുവചനങ്ങളാണ്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവൻ, വിനാശത്തിലേക്ക് നയിക്കുന്ന വഴി വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്, അതിലേക്ക് കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്, ഈ ലോകം വെച്ചു തരുന്ന വഴി അത് വിനാശത്തിന്റെ വഴിയാണ്, അത് വിസ്തൃതമാണ്, അത് വിശാലമാണ്, അതിലേ പോകുന്നവർ ഒരുപാട് പേരുണ്ട്. ലോകത്തിലുള്ള മുഴുവൻ ജനതകളിൽ ഭൂരിഭാഗം ആ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എളുപ്പ വഴി. എന്നാൽ വചനം പഠിപ്പിക്കുകയാണ്, ജീവനിലേക്ക് നയിക്കുന്ന വഴി അങ്ങനെയല്ല, അത് ഇടുങ്ങിയതാണ്, വഴി വീതി കുറഞ്ഞതാണ്, അത് കണ്ടെത്തി പോകുന്നവർ ചുരുക്കം. ലോകം വെച്ചിരുന്ന വഴി കാണാൻ ഒരുപാട് സംഗതികളുണ്ട്, എല്ലാം പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ സ്വർഗരാജ്യത്തിന്റെയും ദൈവരാജ്യത്തിന്റെയും വഴികൾ കണ്ടെത്തണം. അത് ഇടുങ്ങിയ വഴിയാണ്, അത് ചുരുങ്ങിയ വഴിയാണ്, അത് വീതി കുറഞ്ഞ വഴിയാണ്. അതിലേ പോകുന്നവരോ അനുഗ്രഹവും കൃപവും കൊണ്ടും വർഷിക്കപ്പെടുന്നതാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 17-ാം തിരുലിഖിതം പ്രഭാഷകൻ 4:17 വചനം പഠിപ്പിക്കുകയാണ്, ജ്ഞാനം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും. ഒരുപാട് ക്ലിഷ്ടമാർഗങ്ങളിലൂടെ കടത്തിവിടുമെന്നാണ് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്ന കാര്യം. ഉറക്കെ പറയാം ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 17-ാം തിരുലിഖിതം ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്തരുടെ ദേശത്തോടെയുള്ള വഴിയായിരുന്നു എളുപ്പമെങ്കിലും അതിൽ അല്ല ദൈവം അവരെ നയിച്ചത്. അതായത് ഈജിപ്തിൽ നിന്ന് ഫറവോ ദൈവജനത്തെ വിട്ടയച്ചപ്പോ ഫിലിസ്തീന്റെ നാട്ടിലൂടെ ഒരു എളുപ്പ വഴി ഉണ്ടായിരുന്നു, പെട്ടെന്ന് കാനാൻ ദേശത്ത് എത്താമായിരുന്നു. എന്നാൽ ദൈവം അതിനെ കടത്തിവിട്ടില്ല. ദൈവം അവിടെ മരുഭൂമികളിലൂടെ, പരിഹാരത്തിലൂടെ, കുരിശിലൂടെ, ഇടുങ്ങിയ വഴിയിലൂടെ കടത്തിവിട്ട് അങ്ങനെയാണ് അവർ അനുഗ്രഹം പ്രാപിച്ചത്.
ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഞെരുക്കത്തിന്റെയും പരിഹാരത്തിന്റെയും കുരിശിന്റെയും വഴികളോട് കടന്നു പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. കാരണം അത് സാത്താന്റെ തല തകർക്കുന്നതാണ്, അത് ദുഷ്ടന്റെ തല തകർക്കുന്നതാണ്, അത് തടസ്സങ്ങൾ മാറ്റുന്നതാണ്. അതാണ് കൃപ ചൊരിയുന്ന വഴി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കാണ്, ഇവിടെ അട്ടപ്പാടി സഖ്യോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ലൈവ് ടെലികാസ്റ്റ് ശുശ്രൂഷയെ സംബന്ധിക്കാൻ വേണ്ടി ഒരു കുടുംബം വന്ന് ഞാൻ ഓർക്കാണ്. ആ കുടുംബം ഒരുപാട് തരത്തിൽ പ്രതിസന്ധി കടന്നുപോയി കുടുംബമാണ് സഹോദരങ്ങളെ. അവരിവിടെ വന്ന് സുഖലോലപത്തിന് വഴി മാറ്റിവെച്ച് ഒരു പരിഹാരത്തിന് വഴിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ദൈവം ഒരു കുടുംബത്തെ ഒരുപാട് അനുഗ്രഹിച്ച്. ആ സാക്ഷ്യം നമുക്കിപ്പോൾ കേൾക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞങ്ങൾ ബാംഗ്ലൂര് ദാസരഹള്ളി പള്ളിയിടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളുമാണ്. ഞങ്ങൾ 4 മാസം മുമ്പ് ഒരു ശനിയാഴ്ച വെബ് ലൈവ് പ്രോഗ്രാമിൽ ഇങ്ങോട്ട് കടന്നു വരികയുണ്ടായി. ഇവിടെ വന്ന് സംബന്ധിച്ചു. തത്സമയ സംപ്രേഷണം നടക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിരുന്ന് ശുശ്രൂഷ സംബന്ധിച്ചു. അങ്ങനെ ഈ വെബ് ലൈവ് കണ്ട് ഇവിടെ വന്ന് സംബന്ധിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ വെബ് ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് സഖ്യോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അതിൻ്റെ ഒരു ഓഡിറ്റോറിയത്തിൽ അതിൻ്റെ പരിസരത്തുള്ള സ്ഥലത്ത് എല്ലാം ഒരുക്കി ആ സ്ക്രീനിന് മുമ്പിലിരുന്ന് ഇവിടെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, അതായത് ആ തത്സമയ സംപ്രേഷണം ഈ ടിവിയുടെ മുമ്പിൽ ഇരുന്ന് സ്ക്രീനിന് മുമ്പിൽ ഇരുന്നാണ് ഇവർ സംബന്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വീട്ടിലിരുന്ന് കാണുന്ന പോലെ തന്നെ ഇവർ സ്ക്രീനിന് മുമ്പിൽ ഇരുന്ന് ഇവിടെ ഇരുന്ന് കണ്ട് പ്രാർത്ഥിച്ചു. സാക്ഷ്യപ്പെടുത്താം. അന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ വളരെയധികം വേദനയോടെയാണ് കടന്നു വന്നത്. കാരണം ബാംഗ്ലൂര് ഞങ്ങളൊരു സ്ഥലം വാങ്ങാനായിട്ട് ഏകദേശം 14 ലക്ഷം രൂപയോളം കൊടുത്ത് എഗ്രിമെന്റ് കഴിഞ്ഞിരുന്നു. രജിസ്ട്രേഷന്റെ സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ചെന്നപ്പോഴാണ് അറിയുന്നത് ആ സ്ഥലം ഒരു കേസിൽ പെട്ട് കിടക്കുകയാണെന്ന്. അപ്പോൾ തന്നെ ഞങ്ങൾ സ്ഥലത്തിൻ്റെ ഓണറെ ചെന്ന് കണ്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു വെയിറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഏകദേശം 1.5 വർഷത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നീടാണ് അറിയുന്നത് അയാൾ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നെന്ന്. അയാൾ ആ സ്ഥലം വേറെ ആർക്കോ മറിച്ചു വിറ്റു. ഞങ്ങൾ വളരെയധികം വേദനിച്ചു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ആ സ്ഥലത്തിന്റെ പേപ്പർ എല്ലാം കൊണ്ടുവന്നിരുന്നു. ആധാരവും പട്ടയവും പേപ്പറുകളും അപേക്ഷ എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് വന്ന് നമ്മൾ ശരിക്കും ഒരു ഹൃദയത്തിൽ നിന്നുള്ളൊരു സംഗതിയാണത്. അതായത് ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ വെക്കാൻ പോണ പോലെ കർത്താവിനനുസരിച്ച് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ നൊമ്പരങ്ങളും എല്ലാം അതിന്റെ കൂട്ടത്തിൽ പേപ്പർ എല്ലാം എടുത്ത് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ അച്ഛനെ കണ്ട് ഞങ്ങളുടെ വിഷമങ്ങൾ പറയുകയും ആ പേപ്പർ അച്ഛനെ കാണിക്കുകയും ചെയ്തു. അച്ഛൻ ആ പേപ്പർ പ്രാർത്ഥിച്ച് വെഞ്ചിരിച്ച് തന്നതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. അതുപോലെ തന്നെ ഇവിടുത്തെ കുരിശിന്റെ വഴി മുട്ടയിൽ നടന്ന് നിങ്ങൾ അത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന്. കുരിശിന്റെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നല്ല ഒരു പ്രത്യേക സ്ഥലം ഇവിടെ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല ഉരുളം കല്ലും നല്ല മെറ്റൽ ഇട്ടൊരു കുരിശിന്റെ വഴിക്ക് മുകളിലേക്ക് 14 സ്ഥലം മുട്ടുകുത്തി പരിഹാരം രൂപ പ്രാർത്ഥിക്കുന്ന സ്ഥലം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ സമൂഹത്തിലേക്ക് വ്യാപരിക്കുന്നത് കാണാം. ഒരുപോലെ അഭിഷേകം അനുഗ്രഹങ്ങളും കർത്താവ് നൽകുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ മാതാപിതാക്കളും ഭർത്താവും കുഞ്ഞുങ്ങളും മുട്ടയിൽ പോയി ഞങ്ങൾ എല്ലാവരും കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഇവിടെ അപ്പോൾ ഞങ്ങൾക്ക് തോന്നി, കർത്താവേ, ഇവിടെ സാക്ഷ്യം പറയുന്ന മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നീ ഞങ്ങളെയും സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് സാക്ഷ്യം കേട്ടോണ്ടിരുന്ന സമയത്ത് അതേപോലെ ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ അവസരം കിട്ടണം നിങ്ങളുടെ പ്രാർത്ഥിച്ചു. അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് ഞങ്ങൾക്കും ഇവിടെ സാക്ഷ്യം പറയണമെന്ന് അതിയായി ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ പറഞ്ഞു, ഇവിടെ സ്ഥലത്തിൻ്റെ തടസ്സമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ കുടുംബസമേതം ചേർന്ന് നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ ദൈവത്തിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ആൾക്കാരിൽ നിന്ന് അച്ഛനും നിർദ്ദേശം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? എന്നാ പിള്ളേർ അവിടെയല്ലേ, ചേച്ചി അവിടെയല്ലേ ചെയ്യണം നോക്കില്ലോ, പെട്ടെന്ന് ഒത്തുകൂടി ഒരുമിച്ച് ഒരു നിർദ്ദേശം അങ്ങോട്ട് അനുസരിച്ച് അങ്ങനെ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് പോയി. 3 വെള്ളിയാഴ്ചകൾ ഇവിടെ വന്ന് ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ കൊണ്ടോളാമെന്ന്. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് എൻ്റെ ഭർത്താവാണ് ഇവിടെ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വന്നത്. ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ ഇവിടെ ശുശ്രൂഷയ്ക്ക് പങ്കെടുത്ത് വന്ന് വീട്ടിലോട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ ആ മകൻ്റെ ഏകദേശം ഒരു 148 പ്രാവശ്യമുള്ള മകൻ്റെ വീട് ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. എത്ര പ്രാവശ്യം? 148. ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രാപകരില്ലാതെ അങ്ങനെ ഇവിടുന്ന് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ആ മകനെ കാണാനായിട്ട് ഞങ്ങൾ എന്നും കുടുംബത്തിൽ ആ മകനും കുടുംബത്തിനും വേണ്ടി കരുണക്കൊന്ത് ചൊല്ലി ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ആ മകൻ്റെ അടുത്തോട്ട് കടന്നു ചെന്ന് ഞങ്ങൾ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്ഥലം താ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ പൈസ തിരിച്ചു തായെന്ന്. അപ്പോൾ ആ മകൻ പറഞ്ഞു, നിങ്ങളുടെ പൈസ ഞാൻ തിരിച്ചു തരാമെന്ന്. അങ്ങനെ കുറേശ്ശെ ആയിട്ട് ആ മകൻ ഇപ്പോൾ ഫുള്ള് എമൗണ്ട് തിരിച്ചു തന്നു.
അത് അല്ലാതെ തന്നെ ഈ മൂന്നാമത്തെ മാസത്തെ വെള്ളിയാഴ്ച ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് ഇതിനേക്കാൾ വളരെ മനോഹരമായ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശം വാഗ്ദത്ത ഭൂമി കർത്താവ് കാണിച്ചു കൊടുത്തപോലെ അത്ര മനോഹരമായ ഒരു സ്ഥലം കർത്താവ് ഞങ്ങൾക്ക് തന്നു. ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് ആ ശനിയാഴ്ച ഞങ്ങൾ വളരെ വേദനയോടെയാണ് ഇവിടെ വന്നെങ്കിൽ ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇവിടെ ദൈവത്തെ സ്തുതിക്കാനായി വന്നിരിക്കുന്നത്. ഇന്ന് നന്ദി പറഞ്ഞ് ഞങ്ങൾ കുരിശിൻ്റെ വഴി പോയി ചെല്ലിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. സന്തോഷം, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ആ കുടുംബം വന്ന് ബഹുമാനപ്പെട്ട സേവർക്കാണ് പട്ടാളിച്ചനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളൊരു പരിഹാരം ഒരു കുരിശിനെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു പരിഹാരത്തിന് വഴി ചെയ്തപ്പോൾ പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നം എത്ര പെട്ടെന്ന് ദൈവം കാനാൻ ദേശം കൊടുക്കുന്ന കൃപ കൊടുത്തില്ല സഹോദരങ്ങളെ. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം കാണിച്ചിരിക്കുന്ന കുരിശിന്റെ വഴി, പരിഹാരത്തിന്റെ വഴി, നോമ്പിന്റെ വഴി, ഉപവാസത്തിന്റെ വഴി, ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം തരുന്ന വഴിയാണ്. സുഖലോലപതി അല്ല അനുഗ്രഹം തരണത്, സൗകര്യം അല്ല അനുഗ്രഹം തരണത്, പരിഹാരമാണ് നമുക്ക്, കുരിശാണ് നമുക്ക് അഭിഷേകവും കൃപയും അഭിവൃദ്ധിയും സമൃദ്ധിയും തരുന്നത്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിൽ 22-ാം പ്രഭാഷകം 39-22 വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി ആർസിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയോട് ചോദിച്ചു, ആർസിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ? ആർസിലേക്കുള്ള വഴി നീ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. എന്തായിരുന്നു ജോൺ മരിയ വിയാനി കാണിച്ചു കൊടുത്ത വഴി? ജോൺ മരിയ വിയാനി ഒരുപാട് പാപികൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പരിഹാരത്തിന് വഴി, സ്വർഗത്തിന് വഴിയായി കാണിച്ചു കൊടുത്തില്ല സഹോദരങ്ങളെ. വിശുദ്ധർക്കെല്ലാം അങ്ങനെയായിരുന്നു സഹോദരങ്ങളെ. നമ്മൾ നോമ്പെടുക്കും ഉപവാസമൊക്കെ ചെയ്യുമ്പോൾ അതിനെ പോലുള്ള പാരമ്പര്യങ്ങളെ പഠിക്കണം. എങ്ങനെ കേരളത്തിൽ 8 നോമ്പുണ്ടായത്? ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലഘട്ടം കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് പള്ളികൾ കൊള്ളയടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ പടയാളികൾക്ക് ഭാര്യമാരായിട്ട് ക്രിസ്ത്യാനി പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് വന്ന കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലുള്ള പഴയ കാലത്തെ ചട്ടമുണ്ടെടുത്ത അമ്മച്ചിമാര് 8 ദിവസം മാതാവിനോട് പ്രത്യേകം ഭക്തി ഉണ്ടായിട്ട് 8 ദിവസം പള്ളികളിൽ പോയിരുന്ന നോമ്പ് നോറ്റ് ഉപവാസമെടുത്ത് മക്കൾക്ക് വേണ്ടി കണ്ണുനീരുടെ ചാരിത്രം സംരക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥനയുടെ സമയത്ത് ആ സുൽത്താൻ തിരിച്ചു പോയതിന്റെ പാരമ്പര്യമല്ലേ ഈ 8 നോമ്പിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധന്മാരും മുൻ തലമുറയിൽ കാണിച്ചു തന്ന പാരമ്പര്യമാണ് പരിഹാരത്തിന്റെ വഴി. അതാണ് യേശുക്രിസ്തു പറഞ്ഞ കുരിശിന്റെ വഴി. ആ വഴിയാണ് അനുഗ്രഹത്തിന്റെ വഴി. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ എഴുന്നേറ്റ് നിൽക്കാം. ഈ ഒരു പരിഹാരത്തിന്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവെ പകരണമെന്ന് ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഓ കർത്താവേ, പരിഹാരം ചെയ്ത് എളുപ്പ വഴി മാറ്റി കൃഷ്ണമാർഗങ്ങളിലൂടെ ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിച്ച് സ്വർഗരാജ്യത്തിൽ എത്തുന്ന ഒരു പുതിയ അഭിഷേകം തുറന്നു തരണമേ കർത്താവേ. ഭൗതിക മണ്ഡലത്തിലും ആധ്യാത്മിക മണ്ഡലത്തിലും ഒരുപോലെ അനുഗ്രഹം പ്രാപിക്കാൻ ഈ ഒരു ആത്മാവിന്റെ അഭിഷേകം കൃപയെ അതിലേക്ക് പകരണമേ കർത്താവേ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നടന്ന വഴി പരിഹാരത്തിന്റെ വഴി. Come, Lord Jesus. സങ്കീർത്തനം 123:2 ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കുന്നു. ഇപ്പോൾ ഈ ആരാധനയെ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന് ഓരോ അവസ്ഥകളുണ്ട്. രോഗം, പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ ആത്മനൊമ്പരങ്ങൾ. ഓ കർത്താവേ, പലവിധ മേഖലകളിൽ ഞങ്ങളെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്നവർ, ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നവർ. ഓ ദൈവമേ, ഈ നിമിഷങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണ തോന്നി കരം പിടിച്ച് ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, നെഹമ്യായെയും ദാനിയേലിനെയും അങ്ങ് അനുഗ്രഹിച്ചതുപോലെ, ജോസഫിനെ അനുഗ്രഹിച്ചതുപോലെ, അവർ പ്രാർത്ഥിച്ചപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിന് മാറ്റം വന്നതുപോലെ, ഓ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വിശുദ്ധ അഗസ്തീനോസിന് വേണ്ടി മോനിക്കാമ്മ പ്രാർത്ഥിച്ചപ്പോൾ അഗസ്തീനോസിന്റെ മനസ്സ് മാറ്റപ്പെട്ടതുപോലെ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2 കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഏതൊക്കെ മേഖലകളിലാണോ ദൈവം കരുണ കാണിക്കേണ്ടത് ആ മേഖലകളെല്ലാം മനസ്സിലോർത്ത്
കരങ്ങൾ ഉയർത്തി ഉറക്കെ യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കരം നീട്ടി ഈ ദൈവജനത്തെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊട്ടിക്കരഞ്ഞ് അവിടുത്തെ നാമം വിളിക്കുന്ന ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. കടബാധ്യത, രോഗം, പലതരത്തിലുള്ള പൈശാചിക പീഡകൾ, ദുർദർശനങ്ങൾ, മക്കളെ കുറിച്ചുള്ള കണ്ണുനീര്, മാതാപിതാക്കളെ കുറിച്ചുള്ള വേദന, ജീവിത മക്കളെ കുറിച്ച് ദുഃഖം, ഈ മേഖലകളിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസിദാസന്മാരെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ. ഓ ദൈവമേ, കണ്ണുനീരിനെ ആനന്ദ കോശമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളെ ശാസിക്കുന്നു, പൈശാചിക പീഡകളെ ബന്ധിക്കുന്നു, ദുർദർശനങ്ങളെ അഴിച്ച് വിട്ടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഇന്റർവ്യൂ, ജോലി, നൂറ് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ ഇടപെടണമേ. ഇവർ അഭിമുഖിക്കാൻ പോകുന്ന ഓരോ വ്യക്തികളുടെ മേൽ കരുണയുടെ കരം പതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 യേശു ആരാധന. Come, Lord Jesus.